പള്ളിയിലേക്ക് വന്നു പറഞ്ഞു. പള്ളി വന്ന് കൃത്യമായിട്ട് കണക്കെല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം 500 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു, ഒരു ടീയെ പോലെ. ആ 500 രൂപയും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയതാണ് 1989 ഏപ്രിൽ മാസത്തിൽ പോയി. അവിടെ പോയത്, അവിടെ ഒരു അങ്കിളുണ്ട്, അവിടെ കരിസ്മാറ്റിക്കിൻ്റെ ഒരു നല്ല ഒരു വിങ്ങുണ്ട്. അവിടെ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോയി ധ്യാനിപ്പിക്കുന്നവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഞാൻ കരുതി സ്വതന്ത്രമായിട്ട് ഇനി സഭ വിട്ടല്ലോ, ഞാൻ അവിടെ പോയിട്ട് കരിസ്മാറ്റിക്കിൽ നമുക്ക് വചനം സ്വതന്ത്രമായിട്ടൊക്കെ പ്രസംഗിച്ച് ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ വരുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് പോകാമെന്നൊക്കെ കരുതി പോയതാണ്. ചെന്ന് കഴിഞ്ഞപ്പം ഈ അങ്കിളിൻ്റെ മക്കൾ ചോദിക്കുക, റാഫി അങ്കിൾ പോകുന്നില്ലെന്ന്. എപ്പോഴെങ്കിലും ചെന്നാൽ എപ്പോഴും പോകണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ പിള്ളേർ കുറച്ച് നാളായിട്ടും ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ റാഫി അങ്കിൾ എന്താ പോകാത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പോകുന്നില്ല, ഞാൻ ബിഷപ്പിനോടെല്ലാം പറഞ്ഞ് ഇനി ഫ്രീ ആണ്, നമുക്ക് ഇനി ഇവിടെ തന്നെ. അപ്പോൾ അങ്കിളിൻ്റെ മുഖം മാറി. അങ്കിൾ പറയുന്നത്, അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പൗരോഹിത്യം വിട്ടു പോന്നിട്ട് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ചെന്നാൽ പറയും ഇന്ന് പോകണ്ട, നാളെ പോകാം, അടുത്ത ആഴ്ച പോകാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്ന. അപ്പോൾ ഈ പദവിയാണ് അവർ സ്നേഹിക്കുന്നത്, വ്യക്തിയല്ല. ഈ ലോകം ഇട്ടിങ്ങനെ അച്ഛത്വം ഉണ്ടല്ലോ, അച്ഛൻ എന്ന് പറയുന്നത്, ആ പദവിയെ മാത്രമേ മനുഷ്യർ സ്നേഹിക്കുന്നുള്ളൂ. ഇതിൽ ഇരിക്കുന്ന ആളെ സ്നേഹിക്കാൻ ആരുമില്ല. അപ്പം കർത്താവിനെ പ്രതി, കർത്താവിന്റെ സുവിശേഷത്തെ പ്രതി, കർത്താവിന്റെ നാമത്തെ പ്രതി ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. എല്ലാവരും നമ്മളെ ത്യജിക്കും. പൗലോസ് പറയും, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ക്രിസ്തുയേശുവിൽ, ആ വാക്യം അറിയാവോ? തിമോഥെയോസിന് എഴുതിയ ലേഖനം, ആ വാക്യം എടുത്ത് വായിക്കുന്ന നല്ലതാണ്. 2 തിമോഥെയോസ് 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. അപ്പൊ ആരെല്ലാം ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം എന്തുണ്ട്? ഉപദ്രവമുണ്ട്. എങ്ങനെ ഉപദ്രവം? സ്വന്തക്കാര്, നിന്റെ വീട്ടുകാർ തന്നെയാണ് നിന്റെ ശത്രുക്കൾ എന്ന് കർത്താവ് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. നമ്മുടെ വീട്ടുകാർ തന്നെ നമുക്കെതിരാവും. ഞാൻ പോന്നു, ഞാനൊരു വാർത്ത ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അപ്പച്ചനാകെ പറയൊക്കെ തുടങ്ങി. ഒരു അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ആനയുണ്ടെന്ന് പറയുന്ന പോലെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ആനയുണ്ടെന്ന് പറയുന്ന ഗമയാണ് ഒരു അച്ഛനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആന ചരിഞ്ഞാൽ എന്തായിരിക്കും? ആന ചരിഞ്ഞാൽ അതെല്ലാം മാറും, സോഷ്യൽ ഡിസ്ഗ്രേസ് വരും. ഉടനെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ തളർന്ന് കിടന്നെന്ന് പറയുന്നത്. ഞാൻ കാണാൻ നിന്നില്ല, ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഡേവിഡിന് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു, ഡേവിഡ് ഒന്ന് വീട്ടിൽ പോകണം, അപ്പച്ചനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ചെന്നപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു പോയതായിട്ട് കണക്കാക്കിയിരിക്കുന്നു, ഇനി അവൻ്റെ കെയർ ഓഫിൽ ഡേവിഡ് ഇവിടെ വരണ്ട, അല്ലാതെ ഡേവിഡിന് വരാം, അവൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ ഫ്രണ്ട്ഷിപ്പും പറഞ്ഞൊന്നും ഇവിടെ വരണ്ടെന്ന് പറഞ്ഞ് പപ്പ പറഞ്ഞു. ഇത് എന്നെ ഫോൺ ചെയ്ത് ഡേവിഡ് അറിയിച്ചപ്പോൾ ഞാൻ വളരെയധികം വേദനിച്ചു. കാരണം ഒരു മകൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മകൻ്റെ അപ്പൻ നേരെ നോക്കി പറയണം അവൻ മരിച്ചുപോയെന്ന്. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്നു, കർത്താവ് പറഞ്ഞതാണല്ലോ, വ്യക്തമായിട്ട് കർത്താവെ എന്നെ മാനിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ചില നാളുകൾക്ക് ഉടനെ തന്നെ എൻ്റെ സ്നാനം നടന്നു. അപ്പോൾ എന്തൊക്കെ ഞാൻ ഈ അങ്കിൾ ഇറക്കി വിട്ടപ്പോൾ ഉടനെ ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ സാക്ഷ്യം ഇങ്ങനെ ചെറുതായിട്ട് പറയാം. അവിടെ ചെന്നപ്പോൾ ഈ സഹോദരൻ എൻ്റെ ധ്യാനത്തിന് ആലപ്പുഴ കൂടിയിട്ടുള്ള കോട്ടയത്തുള്ള തിരുവാതിക്കലുള്ള ഒരു സഹോദരനാണ്, സജീവ് എന്ന് പറയും. ഞാൻ ചെന്ന ഉടനെ പറഞ്ഞു, ഞാൻ അച്ഛനെല്ലാം ഇതെല്ലാം വിട്ടു അനന്താ അച്ഛൻ വാർന്നു പണ്ട് അദ്ദേഹം എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ച് അച്ഛൻ്റെ വീട് പോലെ ഇത് നോക്കിയോ എന്ന് പറഞ്ഞ് എനിക്ക് ഭക്ഷണമെല്ലാം തന്നു. ആ സമയത്ത് നോക്കണേ, ഇദ്ദേഹം ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത ആളാണ്, പക്ഷേ ഇപ്പോൾ പുള്ളി പെന്തക്കോസ് കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടി നേരത്തെ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച ആയപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പെന്തക്കോസ് കൂട്ടായ്മയിലേക്ക് ചെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്റർമാരെല്ലാം പിന്നെ അള്ളിപ്പിടിക്കാൻ തുടങ്ങിയില്ല. അവരെല്ലാം ചുറ്റും കൂടാൻ തുടങ്ങി. അച്ഛനല്ലേ എന്ന് പറഞ്ഞു വന്ന് പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് വചനമൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി, എൻ്റെ കൂടെ ഇരുന്ന് പോസിക്കാൻ തുടങ്ങി, ഞങ്ങൾ ടീമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ സ്നാനത്തിൻ്റെ കാര്യം പറഞ്ഞു, അച്ഛൻ സ്നാനപ്പെടണം. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഏകദേശം 565 കുഞ്ഞുങ്ങളെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എൻ്റെ കണക്ക് കൃത്യമായിട്ട് ഞാൻ ബിഷപ്പ് ഹൗസിൽ പോയി നോക്കിയതാണ്. 565 കുട്ടികളെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അച്ഛനായിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ സ്നാനപ്പെടുത്തി സെമിനാറിലൊക്കെ പഠിച്ച് വന്ന് സ്നാനപ്പെടുത്തിയ ഒരാളോട് ഇനി പറയാൻ സ്നാനപ്പെടണം, ഞാൻ ആദ്യം അങ്ങോട്ട് അംഗീകരിച്ചില്ല. പിന്നെ അവർ ഓരോ വചനങ്ങളൊക്കെ എടുത്ത് വിശ്വസിക്കുക, സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസമാണ് ആദ്യം വേണ്ടത്, അതിനുശേഷം സ്നാനം വരണം. സ്നാനം എന്ന് പറഞ്ഞാൽ തളിയല്ല, അത് മുങ്ങലാണ്. അത് വെള്ളത്തിൽ മുങ്ങിയിട്ട് വേണം സ്നാനപ്പെടാൻ, എങ്കിലും നമുക്ക് യേശുക്രിസ്തുവിനോട് ചേരുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവായിട്ട് ബന്ധമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ അവിടെ നിന്ന് പിടിച്ച് മംഗലാപുരത്തൊരു തെളി നീരുള്ള നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയ ഉടനെ തന്നെ സ്നാനപ്പെട്ട് കൺവെൻഷൻ സ്റ്റേജിലേക്ക് എന്നെ കയറ്റിയത്. കൺവെൻഷൻ സ്റ്റേജിൽ കയറ്റി ശക്തിയോടെ ഞാൻ അന്ന് എനിക്കുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയ വെളിപ്പാടെല്ലാം ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ താഴെ ഉഗ്രാണിക്കുത്ത് എന്ന് പറഞ്ഞ ഒരു മലമുകളിലാണ് കൺവെൻഷൻ. താഴെ
കത്തോലിക്ക പള്ളിയും ഗവൺമെന്റും സ്കൂളും എല്ലാം കൂടി ഇങ്ങനെ അട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന മുഴുവൻ താഴോട്ട് ചെന്ന് കേൾക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസംഗം തുടങ്ങി പകുതി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ജീപ്പും ട്രക്കും ഒക്കെ കയറി വരുന്ന സ്വരം കേൾക്കാം. എന്താണെന്ന് മനസ്സിലായില്ല. അവിടുന്ന് ആൾക്കാർ ഇളകി ഇങ്ങോട്ട് മേലോട്ട് വരികയാണ്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റേജിലോട്ട് വന്ന് എൻ്റെ വളരെ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുപോയപ്പോൾ ജനമെല്ലാം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കൊണ്ടുപോയിട്ട് കുറേ മാരകായുധങ്ങൾ കാണിച്ചു സ്റ്റേജിൻ്റെ പുറകിൽ. ഇനി പ്രസംഗിച്ചാൽ കഴുത്തിന് മീതെ തലയുണ്ടാകത്തില്ല, അതുകൊണ്ട് പ്രസംഗം ഇവിടെ നിർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും സ്റ്റേജിലേക്ക് പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല, പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർമാരെല്ലാം കൂടി ഓടി വരും, അച്ഛൻ നമുക്ക് ആശുപത്രിയിൽ പോകണം. എന്താണെന്ന് ചോദിച്ചപ്പം ഈ പോയ ഒരു വണ്ടി ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് ഇവിടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് പലരും ആശുപത്രി കിടക്കുകയാണ്, നമുക്ക് ഉടനെ പോയി പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചപ്പോൾ ചിലർക്ക് ബോധമുള്ളവർ കരയുകയാണ്. ഞങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതത്തിന് തെറ്റാണ്, ഞങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷയാണിതെന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. പിറ്റേ ദിവസത്തെ കൺവെൻഷന് ഈ പോയ ആശുപത്രി കിടക്കുന്നവരുടെ ഭാര്യമാരും അമ്മമാരും വീട്ടുകാരുമാണ് ആദ്യമായിട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിരുന്നത്. പ്രൈസ് ലോർഡ്. ഇന്ന് ഒരു അഡ്വക്കേറ്റ് മാത്യു ആണ് അതിൻ്റെ നേതൃത്വത്തിൽ വന്നത് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്ന ഒരു നല്ല സുവിശേഷകനാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ദൈവം ഒരു ബോധ്യം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കിട്ടിയ ബോധ്യപ്രകാരം അറിഞ്ഞ സത്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സധൈര്യം പ്രഘോഷിക്കണം, വിളിച്ചു പറയണം. അതിന് മുഖവശം നോക്കേണ്ട ആവശ്യമില്ല, മനുഷ്യരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഉറക്കെ പറയുക. പറഞ്ഞു കഴിയുമ്പോൾ ദൈവം പ്രവർത്തിച്ചോളൂ. നമുക്ക് ആർക്കും പോയി അകത്ത് കയറി മനുഷ്യന്റെ അകത്ത് കയറി ഒന്നും ഒരു ചേഞ്ച് വരുത്താൻ നമുക്ക് ആർക്കും ഒരു അധികാരവുമില്ല, കഴിവുമില്ല. അത് ദൈവത്തിന് മാത്രമാണ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുന്നത് നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, വീണ്ടും പറയുക. പ്രൈസ് ലോർഡ്. ഈ സുശേഷ വേലക്കാരൻ ഒരു പട്ടിയെ പോലെ നാണം കെട്ട് ഒരു വേലക്കാരനാണെന്നാണ് പറയുന്നത്. ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരൻ ഇവിടെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പോയി സുവിശേഷ വേല പ്രാക്ടിക്കലായിട്ട് ചെല്ലുമ്പോൾ ലജ്ജയോട് നാണം കെട്ടവനായിട്ട് തന്നെ പിന്നെയും പോകണം. ഞങ്ങൾ കണ്ണൂർ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ പ്രവർത്തിച്ചപ്പോൾ ചില വീടുകൾ ഒരു ക്രിസ്ത്യൻ കോളനി തന്നെയാണ് അവിടെ. പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ക്രിസ്ത്യൻ കോളനി തന്നെയാണ്. അപ്പോൾ എനിക്ക് ലക്ഷ്യം കോളനി തന്നെയാണ്. ക്രിസ്ത്യൻ കോളനി എന്ന് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി അവിടെ പോയി പ്രവർത്തിക്കണമെന്ന്. കാരണം അവർ കത്തോലിക്സാണ് കൂടുതൽ. കത്തോലിക്സിന് വേണ്ടി മിഷണറിമാർ ഒരു കോളനി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ചില വീടുകളൊക്കെ ഇങ്ങനെ നേരെ കാണുമ്പോൾ തന്നെ ആദ്യമൊക്കെ ചെന്ന് പരിചയപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ അച്ഛനായിരുന്നു, ഇപ്പോൾ വിട്ടു പോന്നിട്ട് സുവിശേഷം പറയാൻ വേണ്ടി വരും. നേരെ നോക്കി വാതിലടയ്ക്കും. നേരെ വരുന്ന കാണുമ്പോൾ തന്നെ ഫ്രണ്ടിലെ വാതിൽ അടച്ചിട്ട് അവരകത്തിരിക്കും. കോളിംഗ് ബെല്ലടിച്ചാലും പിന്നെ അവർ തുറക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ചില വാതിലുകൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾ ആ വാതിൽ അടയ്ക്കുന്ന വാതിലുള്ള വീട്ടിൽ തന്നെ പിന്നെയും ചെല്ലും. നാണം കെട്ട് ചെല്ലും. ഇവർ എപ്പോഴും എപ്പോൾ തുറക്കും, പിന്നെയും ചെല്ലും. പിറ്റേ ആഴ്ച ചെല്ലുമ്പോഴും അവിടെ ചെല്ലും. അങ്ങനെ ചെന്നപ്പോൾ ഒരു വീട് തുറന്നു എന്നെ അകത്ത് കയറ്റിയിട്ട് ബാബുച്ചാൻ എന്ന് പറഞ്ഞു. ബാബുച്ചാൻ നല്ലൊരു ടൈലറും നല്ലൊരു പണക്കാരനാണ്. അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പല പ്രാവശ്യം ഇവിടെ വരുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ആണ് ഞാൻ ഉണ്ടായതെന്ന് പറഞ്ഞ് വിളിച്ച് ഇരുത്തി സുവിശേഷമൊക്കെ പറഞ്ഞപ്പം അച്ഛനായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനിപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ചെല്ലുന്നു. അച്ഛനിപ്പോൾ കല്യാണമൊക്കെ കഴിക്കാം. ഞാൻ പറഞ്ഞു വിട്ടുപോകുന്നതിന് ശേഷം കഴിച്ചു. അപ്പോൾ ആദ്യത്തെ പോപ്പ് ആരാണ്? പത്രോസ്. ഞാൻ പറഞ്ഞു പത്രോസ് ആദ്യത്തെ പോപ്പ് വിവാഹം കഴിച്ചല്ലേ? പത്രോസ് വിവാഹം കഴിച്ചു പുള്ളിക്കാൻ. നമ്മുടെ പത്രോസിന്റെ അമ്മ എനിക്ക് പനിയായിട്ട് കർത്താവ് പോയി പ്രാർത്ഥിച്ച് പനിയൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് ആ വാക്യൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്. അങ്ങനെയുണ്ടോ? എന്നിട്ട് പുള്ളി പറയണേ, അതെ ആ പത്രോസ് അല്ല, നിങ്ങൾ 1 പത്രോസ് 2 പത്രോസ് എന്നൊക്കെ പറയല്ലേ, അതിൽ പെട്ട ഒരു പത്രോസാണ് ഈ അമ്മായിയമ്മയുള്ള പത്രോസ്. ഈ പോപ്പ് എന്ന് പറയുന്ന പത്രോസ് കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് പുള്ളി വാദിക്കുന്നത്. അപ്പൊ നമ്മുടെ വിവരക്കേട് നമ്മുടെ വാക്കിലൂടെ തന്നെ അവർ കാണിക്കും. അവർക്ക് ബൈബിളിനെ കുറിച്ച് യാതൊരു വിവരമില്ല. 1 പത്രോസ് 2 പത്രോസ് രണ്ട് ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിലാണ് അജ്ഞതയിൽ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവരോട് വളരെ അനുകമ്പയോട്